ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരുന്ന എഗ് വൈറ്റ് വിപ്പിംഗ് ക്രീമും കൂടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു മിൽക്ക് കേക്ക് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഇതിനുള്ള കേക്ക് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു 3/4 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം. ഇനി നമുക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഒരു ബൗളിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാലെടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാൽ തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള തണുത്ത പാൽ ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 1/4 ഗ്ലാസ് അളവിലാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിലും പാലും എല്ലാം നമ്മൾ നേരത്തെ പൊടി അളന്നെടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് അളന്നെടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെയുള്ള വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മിൽക്ക് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്ലേവർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ പിന്നെ വിനെഗർ അല്ലെങ്കിൽ നമുക്ക് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ടിന്നിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കേക്ക് റെഡിയാക്കാൻ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഒരു 5 മിനിറ്റ് സമയം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ കേക്ക് ടീൻ ഇറക്കി വെക്കാം. പിന്നെ ഹോൾസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു 35 മിനിറ്റ് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിനകത്ത് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 35 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്കിവിടെ ഒരു 35 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന കേക്ക് ടീനിൻ്റെ ആ ഒരു സൈസിനൊക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമയത്തിലും ചിലപ്പോൾ മാറ്റം വന്നേക്കാം കേട്ടോ. അപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. കേക്കിന് ആ ചൂടൊക്കെ കംപ്ലീറ്റ് പോയിട്ട് വേണം നമ്മൾ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ല, നമ്മുടെ കേക്ക് നല്ല പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഒരു തിക്നെസ് ഉള്ള ഒരു കേക്ക് തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു എഗ് വൈറ്റ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 2 എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നാരങ്ങ നീരിന് പകരമായിട്ട് വിനെഗർ ചേർത്ത് കൊടുക്കാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിനെഗർ നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിയുടെ ടേസ്റ്റ് നമുക്ക് ഒരുപാട് മുന്നിട്ട് നിൽക്കാൻ പാടില്ല. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ല് കിട്ടാതിരിക്കാനാണ്. ഇത് നല്ല പോലെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് സമയം പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് കിട്ടണം. അതുവരേക്കും ഇതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മൈക്രോവേവ് സേഫ് ആണെങ്കിൽ മാത്രം ഇതുപോലെ ഗ്ലാസിൻ്റെ ബൗൾ എടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളിൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു ഫോർക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് ബീറ്റർ വെച്ചിട്ടാണ്. ബീറ്റർ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ക്രീം റെഡി ആയിട്ട് കിട്ടും. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീറ്റർ ഇല്ലെങ്കിൽ എന്താണ് ചെയ്യാന്നുള്ളത്. മിക്സിയിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എഗ്ഗിൻ്റെ ക്രീം ആയതുകൊണ്ട് തന്നെ മിക്സിയിൽ ചെയ്യുമ്പോൾ ചെയ്തിട്ടുള്ള 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ വെള്ളമായിട്ട് പോകുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് ഒരു വിസ്ക് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് സമയമാണ് ഇതുപോലെ നമ്മൾ വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ ക്രീം നന്നായിട്ട് സ്റ്റിഫ് ആവാനായിട്ട് എടുക്കുന്ന സമയം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 മിനിറ്റ് നിങ്ങളൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എപ്പോഴേക്കും നന്നായിട്ട് തന്നെ ക്രീം നല്ല പോലെ സ്റ്റിഫായിട്ട് വന്നോളും.
ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രിഡ്ജിൽ ഫ്രീസറിലാണോ സൂക്ഷിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ക്രീം വെക്കുന്ന പോലെ തന്നെ നമുക്കത് ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു പാലിൻ്റെ മിക്സ് കൂടെ വേണം. അപ്പോൾ 1/4 ഗ്ലാസ് അളവിലുള്ള പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള റോസ് സിറപ്പാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റോസ് സിറപ്പിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് എസൻസ് ആയാലും മതിയാവും. അപ്പോൾ ഈ ഒരു സിറപ്പിൽ അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് ഞാനിതിലേക്ക് എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ. അതിലേക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ മാത്രം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ഞാൻ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. മാക്സിമം നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിൽക്കിൻ്റെ മിക്സ് നമുക്കിതിൻ്റെ മേലേക്കായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിൽക്കിൻ്റെ മിക്സൊക്കെ ഇതിൻ്റെ മേലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ക്രീമാണ് മേലെയായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഞാൻ ക്രീം കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മേലേക്ക് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ക്രീം നിങ്ങൾ കഴിയുന്ന പോലെ തന്നെ മേലൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് പിന്നെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ എന്തെങ്കിലും നട്ട്സോ ചെറിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കയ്യിലുള്ള കുറച്ച് പിസ്താഷ്യോ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു. അതും കൂടെ അതിൻ്റെ മേലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമുക്ക് നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു റോസ് സിറപ്പ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ കാണുന്ന സമയത്ത് നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, ഇതൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ചെറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സിറപ്പ് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു കേക്ക് നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ എന്തായാലും അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. നെക്സ്റ്റ് നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.